ഹായ് ഞാനൊരു സഞ്ചാരി. എൻ്റെ ചാനലിൻ്റെ പേര് ശ്രീ സഞ്ചാരി. മണ്ടേലയുടെ ഭവന സന്ദർശനത്തിനു ശേഷം ബസ്സിൽ കയറിയ ഞങ്ങളുടെ തലയെണ്ണി ഗൈഡ് തിട്ടപ്പെടുത്തി. ഉച്ചഭക്ഷണത്തിനായി നമ്മൾ പോകുന്നത് ആഫ്രിക്കൻ രുചികളുടെ കലവറയായ കാർണിവോർ റെസ്റ്റോറന്റിലേക്കാണ്. അവിടേക്ക് ഇനി 20 മിനിറ്റ് ഡ്രൈവ് ഉണ്ടെന്നും നോബർട്ട് അറിയിച്ചു. സൗത്ത് ആഫ്രിക്കയിൽ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ശരത്കാലമാണ്. രാത്രിയിൽ ചെറിയ തണുപ്പും പകൽ 24 ഡിഗ്രിയുമാണ്. സുഖകരമായ കാലാവസ്ഥ. ഇരുണ്ട ഭൂഖണ്ഡം എന്നാണ് വിളിപ്പേരെങ്കിലും വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് സൗത്ത് ആഫ്രിക്ക. മികച്ച റോഡുകൾ, വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഇടങ്ങൾ, തനത് ഗോത്രകലകൾ, ഭക്ഷണം തുടങ്ങിയവ ഒരുക്കി സഞ്ചാരികളെ കാത്തിരിക്കുന്ന സൗത്ത് ആഫ്രിക്ക. പൊതുവെ ആഫ്രിക്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾക്കൊരു പേടിയുണ്ട്. ഭയപ്പെടുന്നത് പോലെയുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ സഞ്ചാരികൾക്കില്ല. മാത്രമല്ല, ഏറെ ആദരവും സ്നേഹവും മര്യാദയും പുലർത്തുന്നവരാണ് ഇവിടത്തെ മനുഷ്യർ എന്നാണ് എൻ്റെ അനുഭവം. മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞ് അല്പം ഓടി കാടിന് നടുവിൽ ഒരു വെളിമ്പ്രദേശത്ത് ബസ് നിന്നു. മുന്നോട്ട് നടക്കുന്ന നോബിയെ കുഞ്ഞാടുകളെ പോലെ ഞങ്ങൾ അനുഗമിച്ചു. കുറച്ചു നടന്നപ്പോൾ കാടിനുള്ളിൽ പുലിയെപ്പോലെ പതുങ്ങിയിരിക്കുന്ന വിശാലമായ തനത് ആഫ്രിക്കൻ റെസ്റ്റോറന്റ്. പണ്ടത്തെ ജോസ് പ്രകാശിന്റെ സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു കൊള്ളസങ്കേതം പോലെ. കിടിലൻ ആംബിയൻസ്. നാടനും കാടനുമായ ചുട്ട ഇറച്ചികളാണ് ഇവിടത്തെ പ്രത്യേകത. പരമ്പരാഗത ദക്ഷിണാഫ്രിക്കൻ ബ്രായ് സംസ്കാരത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സവിശേഷമായ ഒരു ഡൈനിങ് അനുഭവം പ്രദാനം ചെയ്യുന്ന പേരുകേട്ട റെസ്റ്റോറന്റാണ് കാർണിവോർ. റെസ്റ്റോറന്റിനുള്ളിലും പുറത്തും പരമ്പരാഗത ആഫ്രിക്കൻ അലങ്കാരങ്ങളും സംഗീതവും ഉൾപ്പെടെ സജീവവും ഉത്സവ പ്രതീതിയും ഉണർത്തുന്ന അന്തരീക്ഷം. പശു, ആട്, കോഴി തുടങ്ങിയ നാടൻ ഓപ്ഷനുകൾക്കൊപ്പം വേട്ടയിറച്ചി, ഒട്ടകപ്പക്ഷി, മുതല എന്നിവയുൾപ്പെടെയുള്ള വൈവിധ്യമാർന്ന കാട്ടുമൃഗങ്ങളുടെ ഇറച്ചികളും ഇവർ വാഗ്ദാനം ചെയ്യുന്നു. ഗ്രിൽ ചെയ്ത പലതരം ഇറച്ചികൾ റോഡിസിയോ രീതിയിൽ സപ്ലയേഴ്സ് ടേബിളിൽ കൊണ്ടുവന്ന് നമ്മുടെ ആവശ്യത്തിന് പ്ലേറ്റിലേക്ക് മുറിച്ചിട്ട് തരുന്നു. പ്രധാന കോഴ്സായ മാംസത്തിന് അനുബന്ധമായി സാലഡുകൾ, സൈഡ് ഡിഷുകൾ, മധുരപലഹാരങ്ങൾ എന്നിവയും ടേബിളിലെത്തും. മാംസബുക്കുകളുടെ പറുദീസയാണ് കാർണിവോർ. അവിസ്മരണീയമായ ആഫ്രിക്കൻ ഭക്ഷണാനുഭവം തേടുന്ന ഇറച്ചിക്കൊതിയന്മാർ തീർച്ചയായും സന്ദർശിച്ചിരിക്കേണ്ട സ്ഥലമാണിത്. എന്നാലും ഒരു ഉപദേശം തരാം. ജീവിക്കാൻ വേണ്ടി ഭക്ഷിക്കുക എന്നതാണ് പാരമ്പര്യ ശൈലി, അല്ലാതെ ഭക്ഷിക്കാൻ വേണ്ടി ജീവിക്കുക എന്നതല്ല. ഹിതവും മിതവുമായ ഭക്ഷണമാണ് കഴിക്കുന്നതെങ്കിൽ 2 പ്രാവശ്യമേ വേണ്ടൂ എന്നാണ് ശാസ്ത്രം പറയുന്നത്. പ്രാതൽ രാജാവിനെ പോലെ, ഉച്ചഭക്ഷണം രാജകുമാരനെ പോലെ, അത്താഴം യാചകനെ പോലെ എന്ന പഴഞ്ചൊല്ലിൽ പതിരുണ്ട്. നമ്മുടെ നാട്ടിൽ ഒരു കഷണം കാട്ടിറച്ചി തിന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ തണുത്ത ബിയറിനൊപ്പം ഇംബാല, സ്പ്രിംഗ് ബോക്ക്, സീബ്ര, ബൈസൺ, ആന്റിലോപ്പ്, കുടു തുടങ്ങിയ ഒത്തിരി കിടുമാംസങ്ങൾ രുചിക്കാൻ കിട്ടിയ അവസരം പലരും തെല്ലും പാഴാക്കിയില്ല. എന്നാൽ ചിലർ അച്ചാറും മീൻകറിയും സ്വപ്നം കണ്ട് ഇറച്ചി പിടിച്ച് കടിച്ചു വലിക്കുന്നുണ്ടായിരുന്നു. അവർക്കും തരാം ഫ്രീ ആയിട്ടൊരു ഉപദേശം. നാടോടുമ്പോൾ നടുവേ ഓടണം. അതുപോലെ ചേരയെ തിന്നുന്നവരുടെ നാട്ടിൽ ചെന്നാൽ നടുക്കഷണം തന്നെ തിന്നണം. നമ്മുടെ നാട്ടിൽ ആളപായവും കൃഷിനാശവും വരുത്തുന്ന വർദ്ധിച്ചു വരുന്ന കാട്ടുമൃഗ കൂട്ടങ്ങളെ വേട്ടയാടാനുള്ള നിയമം പരിഷ്കരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. മൊത്തത്തിൽ കാർണിവോർ റെസ്റ്റോറന്റ് അവിസ്മരണീയമായ ഒരു ഡൈനിങ് അനുഭവം മാത്രമല്ല, ദക്ഷിണാഫ്രിക്കയുടെ സമ്പന്നമായ പാചക പൈതൃകത്തിലൂടെയുള്ള ഒരു സാംസ്കാരിക യാത്ര കൂടിയാണ്. അവിസ്മരണീയമായ ഭക്ഷണാനുഭവം തേടുന്ന പ്രദേശവാസികൾക്കും വിനോദസഞ്ചാരികൾക്കും ഇതൊരു ജനപ്രിയ റെസ്റ്റോറന്റാണ്. ഭക്ഷണവും ഫോട്ടോഷൂട്ടും കഴിഞ്ഞ് എല്ലാവരും ബസ്സാകുന്ന കൂട്ടിൽ കയറി. തിന്നാവുന്നതിലധികം തിന്നതിനാലാകാം ഡ്രൈവർ ക്രിസ് ഒഴികെ എല്ലാവരും മയക്കത്തിലായി. സൺ സിറ്റിയാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യം. അവിടത്തെ 4 നക്ഷത്ര ഹോട്ടലിലാണ് അടുത്ത ദിവസങ്ങളിൽ ഞങ്ങളുടെ താമസം. സൺ സിറ്റിയിലെ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ പങ്കുവയ്ക്കാം.
മറ്റൊരു പുതു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നല്ല നമസ്കാരം. ഗുഡ് ബൈ.